നമ്മുടെ ജാതകത്തിൽ അഥവാ ഗ്രഹനിലയിൽ ബുധൻ തുലാൻ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ തുലാൻ രാശിയുടെ അധിപൻ ശുക്രൻ നല്ല മിത്രമാണ്. അപ്പോൾ ഇതൊരു നല്ല പൊസിഷൻ എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ നല്ല കഴിവ് കാണും. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലും ഈ യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള മീഡിയകളിലൊക്കെ ആയാലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷന് നല്ല കഴിവ് കാണും. അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം അറിവ് കാണും. പിന്നെ ഇവർക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ചായ്വ് കൂടുതൽ. കലയുമായിട്ട് ബന്ധപ്പെട്ടവർ പഠിക്കാനും കലാരൂപങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാനൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യമായിരിക്കും. ഇവർ വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യം പറയുന്നവരായിരിക്കും. എല്ലാവരോടും നല്ല താഴ്മയായിട്ട് പെരുമാറുന്നവരായിരിക്കും. അതുപോലെ മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു ചെയ്യിക്കാൻ കഴിവുള്ളവരായിരിക്കും. ഇവർ ഒരുപാട് ചിലവഴിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും. അതായത് ബുധൻ ധനപരമായിട്ടുള്ള കാര്യങ്ങളും ശുക്രൻ ആഡംബര കാര്യങ്ങളും. അതുകൊണ്ട് ആഡംബരങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം കാണും. ആഡംബര കാര്യങ്ങളിലൊക്കെ ചെലവഴിക്കാനുള്ള താല്പര്യം കാണും. അപ്പോൾ ആദ്യമേ ഈ താല്പര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചെന്നിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വിഷമങ്ങൾ വരത്തില്ല. അതുപോലെ ഇവർക്ക് നല്ല ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവ് കാണും. അതുപോലെ ഇവർ നീതിയെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇപ്പൊ തുലാത്തിന്റെ ആ ചിഹ്നം എന്ന് പറയുന്നത്, തുലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ താസെന്ന്, അത് തന്നെയാണ്. അപ്പോൾ അവർക്ക് നീതിപൂർവമായിട്ട് ചിന്തിക്കുന്നതിനും നീതിപൂർവമായിട്ട് എല്ലാത്തിലും ഇടപെടുന്നതിനുമുള്ള ഒരു ടെൻഡൻസി കാണും. നമ്മൾ ഈ പറയുന്ന സമയത്ത് ബുധൻ തുലാൻ രാശിയിലാണ്, ശുക്രൻ കന്നി രാശിയിലാണ്. അതായത് രാശി പരിവർത്തനത്തിലാണ് ഇവർ രണ്ടുപേരും. പക്ഷേ ശുക്രൻ നീചത്തിൽ പോയത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ആ ഫലങ്ങളൊന്നും ഒത്തുവരികയേ ഇല്ല. ഓപ്പോസിറ്റ് ഫലങ്ങളായിരിക്കും വരിക. നമ്മൾ പറയുന്നത് രണ്ട് ഗ്രഹങ്ങളും നല്ല ബലവാന്മാരായിട്ടിരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ രാശികളിൽ നിൽക്കുന്ന ഫലം പറയുമ്പോൾ ആ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ നോക്കണം, ആ രാശിയുടെ പ്രത്യേകതകൾ നോക്കണം, രാശിയുടെ അധിപൻ ആരാണ് നോക്കണം, രാശിയുടെ അധിപൻ എവിടെ പോയിരിക്കുന്നു നോക്കണം എന്ന് എപ്പോഴും പറയുന്നതാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോക്കണേ. ഈ ബുധൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ്. അതുപോലെ ചിന്താശക്തി, നമ്മുടെ കാര്യം പറച്ചിൽ എങ്ങനെയൊക്കെ ആയിരിക്കും, അതുപോലെ നമ്മൾക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത്, ഇതൊക്കെ പറയുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. അതുപോലെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ കാരകത്വങ്ങളൊന്ന് നോക്കിയോണേ. അതുപോലെ തന്നെ വഴക്കിലൊക്കെ ഒത്തുതീർപ്പ് ചെയ്യാനുള്ള ഒരു സാമർഥ്യം ഇവർക്ക് കാണും. അതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുന്നവരായിരിക്കും ഇവർ. നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. ബിസിനസ്സിലും നിയമത്തിലും അതുപോലെ തന്നെയാണെങ്കിൽ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും താല്പര്യം കാണും. അതുപോലെ നല്ല സൗന്ദര്യാരാധകരായിരിക്കും ഇവരുടെ ഒരു നെഗറ്റീവ് പോയിന്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ഇവര് എല്ലാം ഒരുപാട് ആഴത്തിലോട്ടൊക്കെ പോയിട്ട് മറ്റുള്ളവർക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി കാണും. ഈ രാശിയിൽ ബുധനൊപ്പം സൂര്യനും കൂടി നിൽക്കുകയാണെങ്കിൽ അവർക്ക്, സൂര്യൻ അപ്പോൾ നീചത്തിലല്ലേ, അതുകൊണ്ട് നമ്മളെ സ്വന്തം കൾച്ചറല്ലാതെ മറ്റുള്ള കൾച്ചറിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണും ഇവർക്ക്. നമ്മൾ ബുധൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ബുധന്റെ ബലവും നോക്കണം. ഇത് കേൾക്കുമ്പോഴേ കൺക്ലൂഷൻ എത്തരുത്. എന്തെങ്കിലും കൂടുതൽ പേര് സ്ത്രീകൾക്കൊക്കെ വേണ്ടി പൈസ ഒരുപാട് ചെലവാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന പണം മറ്റുള്ളവർ തട്ടിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇവരുടെ ശബ്ദം വളരെ മധുരമായിരിക്കും. ഇവർ എല്ലാം നല്ല സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറയും. ചില യൂട്യൂബേഴ്സിനെ കണ്ടിട്ടില്ലേ, അവരെത്ര നല്ല സ്വീറ്റായിട്ട് പറയത്തില്ലേ. അവരുടെയൊക്കെ ചിലപ്പോൾ ബുധൻ ഈ തുലാത്തിലാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടവത്തിലായിരിക്കും. ഏതായാലും ശുക്രരാശിയിൽ നിൽക്കുമ്പോഴാണ് കൂടുതലും അങ്ങനെ നല്ല മധുരതരമായ സ്വരം കിട്ടുന്നത്. നമ്മൾ ഏത് ഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞാലും ആ ഗ്രഹം വക്രത്തിലാണോ അല്ലെങ്കിൽ ബലക്കുറവാണോ എന്നൊക്കെ നോക്കണം. കാരണം നമ്മൾ പറയുന്നതെല്ലാം ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വരും. താരാവലിയിലൊക്കെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അവർക്ക് നല്ല തർക്കത്തിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് കാണും. അതായത് തർക്കത്തിലൊക്കെ അവർക്ക് ജയിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണെങ്കിൽ ഈ പബ്ലിക് സ്പീക്കേഴ്സൊക്കെ ഇല്ലയോ, അങ്ങനെയൊക്കെ ഉള്ളവർ, അതുപോലെ
പല തരത്തിൽ പല ദിക്കുകളിൽ നിന്നുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് തന്നെയല്ല വിദേശങ്ങളിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ളവരോ ആയിരിക്കും. ബുധനെ നമ്മൾ ദൈവദൂതൻ ആയിട്ട് ആഗ്രഹമായിട്ടാണ് കാണുന്നത്, മെസ്സഞ്ചർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ മീഡിയേറ്റർ ആയിട്ടൊക്കെ നിൽക്കാനുള്ള കഴിവ് വളരെയധികം കൂടുതലായിരിക്കും. മറ്റുള്ളവരെ അപേക്ഷിച്ച്, അതായത് കുടുംബത്തിലുള്ള മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർ ശാന്തശീലരായിരിക്കും. പെട്ടെന്നൊന്നും വഴക്കിലൊന്നും എടുത്തിയാടുകയൊന്നും ചെയ്യത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഒരു കറിക്കാണെങ്കിൽ ഉപ്പാണോ ചേർക്കേണ്ടത് പഞ്ചസാരയാണോ ചേർക്കേണ്ടത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ഒരു അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങ് ചിന്തിച്ച്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ പോയാലാണോ നല്ലത്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇടുന്നതാണോ നല്ലത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. അങ്ങനെ കൂടുതൽ ചിന്തിച്ച് പ്രശ്നങ്ങൾ വഷളാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. നല്ല കനിവൊക്കെ ഉള്ളവരായിരിക്കും, കരുണയുള്ളവരായിരിക്കും, അതുപോലെ നിസ്വാർത്ഥരായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രഹനിലയിൽ ഒരു 5 ഗ്രഹങ്ങൾ ഇത് സൂചിപ്പിക്കുന്നുണ്ടോ, ശാന്ത സ്വഭാവവും നിസ്വാർത്ഥതയൊക്കെ സൂചിപ്പിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും. ഈ 5 കൂടുതൽ ഗ്രഹങ്ങൾ ഓപ്പോസിറ്റാണ് സൂചിപ്പിക്കുന്നത്, ഒരു ഗ്രഹം മാത്രം ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിന് ദശാകാലത്ത് നമ്മൾ അങ്ങനെ കുറച്ചൊക്കെ തൻ്റെ സ്വഭാവം കാണിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഗ്രഹം മാത്രം നോക്കിയിട്ട് നമ്മൾ തീരുമാനം എടുക്കരുത്. ചില സന്ദർഭങ്ങളിൽ ഇവർ ഇടുങ്ങിയ ചിന്താഗതിക്കാരാകാനുള്ള ചാൻസുമുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഇവർക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇങ്ങനെ ചെയ്യണം, അതൊക്കെ പലരെയും കണ്ടിട്ടില്ല, ഉപദേശിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയാറില്ല. അതുപോലെ തന്നെയാണ് ഈ തുലാം രാശിയിൽ നിൽക്കുന്ന ബുധന്റെ കാര്യവും. ആളുകൾക്ക് ഇവരോട് ഒപ്പം ഇരിക്കുന്നതിന് വളരെയധികം താല്പര്യമായിരിക്കും. കാരണം ഇവരെപ്പോഴും തമാശകളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കും. ചിലർ കണ്ടിട്ട് എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ കണ്ടാൽ തന്നെ അവരുടെ മുഖം തന്നെ ഒരു കരഞ്ഞതായിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാമെന്ന് തന്നെ അറിയത്തില്ല. കാരണം എന്ന് പറയുന്നത് ഈ ഒരു എന്തെങ്കിലും ഇവരുടെ മനസ്സിലുള്ളത് ഈ മറച്ചു വെക്കാനായിരിക്കും ഇങ്ങനെ കരയുന്നത്. മറ്റു ചിലരുണ്ട്, ഈ കലാകാരന്മാരൊക്കെ പിന്നെ എന്ത് കണ്ടാലും കരയുന്നവരില്ലേ, അങ്ങനെയുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. ചില ക്രൂക്കഡ് ബുദ്ധികളുണ്ട്, അവർ കരഞ്ഞ് കാര്യം നേടും. ബുധനെ ശുക്രന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് നല്ലൊരു പൊസിഷൻ തന്നെയാണ് ഈ ബുധന്. ഇവര് മാരേജ് കൺസൾട്ടൻസ് ആകാം, സെയിൽസ്മാൻ, നല്ല അതിനുള്ള നല്ല സാമർഥ്യം കാണും. അതുപോലെ തന്നെ നല്ല ബിസിനസ് ഒക്കെ ചെയ്യാനുള്ള സാമർഥ്യം കാണും. തുലാരാശിയിൽ 3 നക്ഷത്രങ്ങളില്ലേ, ചിത്ര, ചോതി, വിശാഖം. അപ്പോൾ ചിത്രയിലാണ് ഇരിക്കുന്നതെങ്കിലും കുജനല്ലേ ഇതിന്റെ അധിപൻ. അതന്നെ ആ കുജന്റെ പൊസിഷൻ നമ്മൾ നമ്മുടെ ഗ്രഹനിലയിൽ നോക്കണം. അതുപോലെ ഈ ശുക്രനായാലും ശുക്രന്റെ പൊസിഷനും നോക്കണം. ഈ ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് ആ നക്ഷത്രാധിപന്റെ പൊസിഷനും കൂടി നമ്മൾ നോക്കണം. എല്ലാവരും തെറ്റിവരുത്തുമെന്നല്ലേ പറഞ്ഞു. ഭയങ്കര പണ്ഡിതനായിട്ടുള്ള ഒരു അസ്ട്രോളജറുടെ ഒരു കാര്യം വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയൊക്കെയാണ്, ഈ ബുധൻ ഇങ്ങനെ തുലാം രാശിയിൽ നിന്നുകൊണ്ട് ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും വരികയില്ല കേട്ടോ. ഈ ബുധനും രവിയും നിൽക്കുന്നതിൻ്റെ 1, 2, 3 രാശികളിൽ തന്നെ കാണും ശുക്രനും. ഈ 3 ഗ്രഹങ്ങളും ഒരുമാതിരി ഒരേ പൊസിഷനിൽ തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, നോക്കിയാൽ മതി. അദ്ദേഹം അങ്ങനെ തെറ്റുവരുത്തുമെന്നല്ല പറഞ്ഞത്, അറിയാതെ പറ്റിപ്പോയതാണ്. അത് നല്ല നോളജ് ഉള്ളവരാണല്ലോ അവരൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ 3 ഗ്രഹങ്ങൾ തൊട്ടടുത്തടുത്ത രാശികളിലായിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗ്രഹനില എഴുതുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണേന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെയാണെങ്കിൽ രാഹുവും കേതുവും എപ്പോഴും 7 രാശികൾ വ്യത്യാസത്തിലായിരിക്കും നിൽക്കുക ഈ രാശി ചാർട്ടിൽ. പ്രാവശ്യത്ത് നമ്മുടെ പ്രവചനത്തിലെ പോലെ എല്ലാം സംഭവിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിരനിരയായിട്ട് അതിന് പിറ്റേന്ന് തന്നെ സംഭവിച്ചു. പക്ഷെ ആരും അത്ര ശ്രദ്ധിച്ചില്ല, അത് ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഓം നമഃ ശിവായ.